ബി.ജെ.പിയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കാൻ സാധ്യതയുണ്ടാവും? അല്ല, ബി.ജെ.പി അങ്ങനെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള തീരുമാനമൊന്നും എടുത്തതായിട്ട് അറിയില്ല. അതിൻ്റെ ആലോചനകൾ നടക്കുന്നുള്ളൂ. കാരണം ഘടകകക്ഷികൾക്ക് കുറച്ച് സീറ്റ് കൊടുക്കണം. ബി.ജെ.പിയുടെ 36 സീറ്റുകളിൽ ബി.ജെ.പി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 20 സീറ്റുകളിൽ ബി.ജെ.പി ജയിച്ചേക്കുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വരെയുണ്ട്. അപ്പോൾ ബി.ജെ.പിക്ക് വളരെ അനുകൂലമായ ഒരു ടെമ്പോ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. അതുകൊണ്ട് ആരൊക്കെ മത്സരിക്കും എന്നുള്ളത് ബി.ജെ.പിയാണ് പറയേണ്ടത്. അപ്പോൾ നമ്മളത് പറയുന്നത് മര്യാദയല്ല എന്നാണ് ഇന്ത്യ ലൈവിൻ്റെ പണ്ട് മുതലെയുള്ള ലൈൻ. എന്നാൽ പോലും ചില ഊഹങ്ങളൊക്കെ പറയാം. ഊഹങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാവുന്ന ഒന്ന്, നേമം രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടം വി.എം, മുരളീധരൻ ആണ് സ്ഥാനാർത്ഥി എന്നുള്ളത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഇച്ഛ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ 2 സീറ്റുകളായല്ലോ. തിരുവനന്തപുരത്ത് ഇപ്പോൾ പിന്നെ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ കാട്ടാക്കട സീറ്റിലേക്ക്, അല്ലെങ്കിൽ കൂത്തുപറമ്പ്, ഇങ്ങനെയൊക്കെ പേരുകളുടെ ഇടത്തിൽ ഞാൻ കണ്ടത് ചിലയിടത്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടതാണ്. ഇതൊന്നും ആധികാരികമല്ല കേട്ടോ, പ്രേക്ഷകരുടെ പറയട്ടെ, ഇതൊന്നും ആധികാരികമല്ല. കാരണം ആധികാരികമായിട്ട് പറയേണ്ടത് ബി.ജെ.പിയുടെ നേതൃത്വമാണ്. പി.കെ. കൃഷ്ണദാസ് മത്സരിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്തെ കാര്യം ഏതാണ്ടൊക്കെ നമുക്ക് ഊഹിച്ച് പറയാൻ പറ്റും. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നമ്മുടെ നാടൻ കൂടിയായ കൃഷ്ണകുമാറിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്നൊരു പേര് ശ്രീലേഖയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആർ ശ്രീലേഖ ഒരൊറ്റ ആഴ്ച കൊണ്ട് തിരുവനന്തപുരത്ത് രാജേഷും ശ്രീലേഖയും കൂടി CPM-ൻ്റെ കട്ടമ്പടം മുടക്കിയവരാണ്. പ്രശാന്ത് എന്ന് പറയുന്ന നന്മമരത്തെ പൊളിച്ച് കാട്ടുന്നത് ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ ശ്രീലേഖ കഴിഞ്ഞു. പിന്നെ ശ്രീലേഖയെ സംബന്ധിച്ച് ശ്രീലേഖ മേയറാണ്, ഇതൊക്കെ ഒരു പ്രചാരണം മാധ്യമങ്ങൾ നടത്തി അവരെ ഒന്ന് നിരാശപ്പെടുത്തി എങ്ങനെയെങ്കിലും ബി.ജെ.പിയിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമൊക്കെ നടന്നു. അപ്പോൾ ഒരു കൗൺസിലറായിട്ട് ഒരു മുൻ DGP എടുത്താമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ വട്ടിയൂർക്കാവിലേക്ക് ശ്രീലേഖയെ പരിഗണിച്ചേക്കാം എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് തള്ളിക്കളയാവുന്നതല്ല. കൃഷ്ണകുമാറിൻ്റെ പേരും അവിടെ സജീവമായിട്ടുണ്ട്. ഇവരിൽ ഒരാളായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. പിന്നെ ശ്രീലേഖ വന്നാൽ കോർപ്പറേഷൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുമോ, രാജിവെക്കേണ്ടി വരത്തില്ലേ? അതൊരു വലിയ പ്രശ്നമാണ്. ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് കിട്ടിയ ഒരു സീറ്റ് കളയണോ എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതേ പ്രശ്നം കോൺഗ്രസിനുമുണ്ട്. കോൺഗ്രസിൻ്റെ ശബരിനാഥ് കൗൺസിലറാണ്. ശബരിക്ക് എന്തൊക്കെയാലും നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടെ UDF-ന് സീറ്റ് കുറയും ശബരി എങ്ങാനും ജയിച്ചാൽ. അപ്പോൾ ഇത് ഈ കൗൺസിലർമാർ ആയിട്ടുള്ളവർ നിയമസഭയിലേക്ക് മത്സരിക്കുക, അവിടുന്ന് പിന്നീട് രാജിവെക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഏതായാലും വട്ടിയൂർക്കാവിൽ ഈ പറഞ്ഞ 2 പേരുകൾ അതിശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കഴക്കൂട്ടത്തെ മുരളീധരൻ തർക്കമില്ല. നിയമം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ടൊരു സീറ്റ് പറയുന്നത്, പിന്നെ ആളുകൾ ചോദിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് വേറെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെയുള്ളത് കെ. സുരേന്ദ്രൻ അവിടെ മത്സരിക്കും എന്നുള്ളതാണ്. കെ. സുരേന്ദ്രൻ മത്സരിക്കുന്ന പാലക്കാട്ടാണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പാലക്കാട് നിന്ന് CK കൃഷ്ണകുമാർ ഒരുപക്ഷെ മലമ്പുഴയിൽ മത്സരിച്ചേക്കാം. മലമ്പുഴയിൽ വലിയ വോട്ടുകൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാവുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് ബി.ജെ.പിയുടെ ഏറ്റവും സൗമ്യവും എന്നാൽ വളരെ കൃത്യമായി സംസാരിക്കുകയും വളരെ ഡൈനമിക്കായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യുവരാജ് ഗോകുൽ നെടുമങ്ങാട് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല തീരുമാനമാണ്. ഗോകുലിനെ പോലെയുള്ള ആളുകളാണ് ഇനി നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത്. കാരണം ഊർജ്ജസ്വലതയോടെ ഓടി നടക്കുക, വിഷയങ്ങൾ പഠിച്ച് സംസാരിക്കുക, അക്ഷോഭ്യമായി ചർച്ചകളിൽ പങ്കെടുക്കുക, അതൊക്കെ ഒരു മെറിറ്റാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് പൊളിറ്റീഷ്യൻ. അപ്പോൾ അങ്ങനെയുള്ള യുവരാജ് ഗോകുൽ നെടുമങ്ങാട് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെയുള്ളത് ബി.ജെ.പിയുടെ ഏറ്റവും ഒരു വലിയ ഫൈറ്റർമാരിലൊരാളാണ്, ഏറ്റവും നല്ല ന്യൂജൻ മുഖങ്ങളുള്ളതാണ് അനൂപ് ആൻ്റണി. അനൂപിൻ്റെ പേര് തിരുവല്ലയിലാണ് കേൾക്കുന്നത്. സന്ദീപ് ജസ്പതിയുടെ പേര് ചെങ്ങന്നൂർ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഗോവ ഗവർണറായിരുന്ന ശ്രീധരൻപിള്ള സാർ വീണ്ടും വന്നേക്കാമെന്ന് പറയുന്നു. MD രമേശിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. MD രമേശ് ചിലപ്പം ചെങ്ങന്നൂർ വന്നേക്കാം എന്ന് കേൾക്കുന്നു. ഇങ്ങനെ ഒരുപാട് പേരുകളൊക്കെ വരുന്നുണ്ട്. ഈ പേരുകളൊക്കെ ഫൈനലൈസ് ചെയ്ത് അവസാനം ബി.ജെ.പിയാണ് പറയേണ്ടത്. ഞാൻ വീണ്ടും അത് പറയുകയാണ്. പിന്നെ പാലായിൽ സംബന്ധിച്ച്, പാലായിൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ വനവാസകാലമാണ്. കാരണം ബിനു പുളിക്കക്കണ്ടത്തിലും സഹോദരനും മകളും കൂടി പാലായിൽ വീണ്ടും KM മാണിയുടെ കുടുംബത്തിൻ്റെ ആ ഒരു ലെഗസിയെ തേച്ചൊട്ടിച്ചിട്ടുണ്ട്. പാല ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പാല ജയിക്കാം എന്ന് വന്നിരിക്കുന്നു. പാലായിൽ ഷോൺ ജോർജ് പാലായിലായിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഷോണിൻ്റെ പിതാവ് PC ജോർജ് ഒരുപക്ഷെ പൂഞ്ഞാറിൽ തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത പത്തനംതിട്ട ജില്ലയിലോ
മത്സരിക്കുമെന്നും കേൾക്കുന്നുണ്ട്. ഏതായാലും അത് രണ്ടും വിജയസാധ്യതയുള്ള സീറ്റുകളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു 3-4 സീറ്റും ഈ പാലാ ആഞ്ഞു പിടിച്ചാൽ ബി ജെ പിക്ക് ജയിക്കാം. കാരണം CPM-ഉം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഒരു പാർട്ടിയിലാണെങ്കിലും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ബിനു പുളിക്കക്കണ്ടത്തിലും സഹോദരനും ബിനുവിൻ്റെ മകളും ജയിക്കാൻ കാരണം CPM പ്രവർത്തകർ അടിവലിച്ചതാണെന്ന് ഒരു തോന്നൽ കേരള കോൺഗ്രസ്സുകാർക്ക് പാലായിലുണ്ട്. അതുകൊണ്ട് അവിടെ ഈ പറയുന്ന ഇടതു മുന്നണിക്കകത്തുള്ള ഒരു അന്തഛിദ്രം കൂടെ മുതലെടുക്കാൻ കഴിഞ്ഞാൽ ഷോണിൻ്റെ ഒരു ബേസും കൂടെ കണക്കിലെടുത്താൽ ഒരു പക്ഷേ അവിടെ ഷോണിന് സാധ്യതയുണ്ട്. മാണി സി കാപ്പന് ഇനിയൊരു അംഗം ബാലം ബാക്കിയുണ്ടോ എന്ന് ഉറപ്പ് പറയാനും പറ്റില്ല. അതാണ് പാലായിലെ സ്ഥിതി. പിന്നെ ചാത്തന്നൂർ കാര്യം രസകരമാണ്. ചാത്തന്നൂർ അവിടുത്തെ SNDP യൂണിയൻ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഇപ്പോഴും ആണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പഴയ സുഹൃത്താണ് BB ഗോപകുമാർ. അവിടുത്തെ ഏറ്റവും ശക്തനായ ജനകീയനായൊരു നേതാവാണ് ഗോപകുമാർ എന്ന് പറഞ്ഞാൽ. ചാത്തന്നൂർ മണ്ഡലത്തിൽ ഏറ്റവും സുപരിചിതനായ ഒരു നേതാവാണ്. വലിയ മുന്നേറ്റം മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ളത് ഗോപകുമാർ ആയിരിക്കും ചാത്തന്നൂരെ സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നു. ചാത്തന്നൂർ BJPക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ്. ഗോപകുമാരാണ് സ്ഥാനാർത്ഥിയെങ്കിൽ. കാരണം ഈ പറഞ്ഞ പോലെ SNDP യൂണിയൻ്റെ സെക്രട്ടറിയും കൂടി ആയതുകൊണ്ട് സമുദായ വോട്ടുകളുടെ കേന്ദ്രീകരിച്ച് ചാത്തന്നൂർ പ്രത്യേകിച്ച് ഒരു ഈഴവ കൺസോളിഡേഷനുള്ള മണ്ഡലവും കൂടിയാണ്. അപ്പോൾ ഗോപകുമാർ അവിടെ ഒന്നാം തരം സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പിന്നെ മഞ്ചേശ്വരത്ത് കേൾക്കുന്നൊരു പേര് സുരേന്ദ്രനെ 2 അക്കത്തിൽ താഴെ വോട്ടിന് തോൽപ്പിച്ച, അതും കള്ളവോട്ട് ചെയ്ത് തന്നെയാണ് സുരേന്ദ്രനെ തോൽപ്പിച്ചത്. മഞ്ചേശ്വരത്ത് ML അശ്വിനിയുടെ പേരാണ് പറയുന്നത്. അതും മഞ്ചേശ്വരം BJPക്ക് ജയിക്കാൻ പറ്റുന്നൊരു സീറ്റാണ്. ആഞ്ഞ് പിടിച്ചാൽ BJP അവിടെ ജയിക്കും. പിന്നെ പറയുന്നത് ആറന്മുള എന്ന് പറയുമ്പോൾ നമുക്ക് കുമ്മനം അല്ലാതെ പിന്നെ ആരുടെ പേര് പറയാൻ പറ്റും? അപ്പോൾ ആറന്മുളയുടെ ചിത്രം അങ്ങനെയാണ് ചർച്ചകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷൊർണൂർ ഞാൻ പറയും. ഷൊർണൂർ ഒരു പ്രധാനപ്പെട്ട സീറ്റാണ്. പാലക്കാട് ജില്ലയിൽ. പാലക്കാടാണോ? പാലക്കാട് ജില്ലയാണെന്ന് എനിക്ക് തോന്നുന്നു. തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എടുത്തതിനൊപ്പമോ അതിലേറെ എഫർട്ട് എടുത്തൊരു മനുഷ്യനുണ്ട്. BJP തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്ന KK അനീഷ് കുമാറിൻ്റെ പേരാണ് ഷൊർണൂർ പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ അനീഷ് ഒരു ഒന്നാന്തര സ്ഥാനാർത്ഥിയാണ്. അനീഷിന് ഒന്നാന്തര സ്ഥാനാർത്ഥിയെന്ന് മാത്രമല്ല പണിയറിയാവുന്ന രാഷ്ട്രീയക്കാരനാണ്. എങ്ങനെ ഒരു ഇലക്ഷൻ ജയിക്കാമെന്നുള്ള സ്ട്രാറ്റജി കൃത്യമായി അറിഞ്ഞ് അത് തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രയോഗിച്ചു എന്നതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ കൂറ്റൻ വിജയത്തിന് കാരണം. സുരേഷ് ഗോപി 1-2 വോട്ടിനല്ല 75,000-നടുത്ത് വോട്ടിനാണ് ജയിച്ചത്. 3,400,000 വോട്ടിന്. അതിൻ്റെ വിജയത്തിൻ്റെ ശില്പിയായ അനീഷ് ഷൊർണൂരേക്ക് വരുമ്പോൾ ഷൊർണൂരിൻ്റെ ചിത്രവും മാറും. അതുപോലെ BJPയെ സംബന്ധിച്ച് കേരളത്തിലെ BJPയുടെ ചരിത്രം എഴുതുമ്പോൾ തൃശ്ശൂർ സുവർണ്ണ ലിപികളിൽ എഴുതണം. ആദ്യമായി പാർലമെൻറ്റിലേക്ക് ഒരാളെ അയച്ചത് തൃശ്ശൂർ ജില്ലയാണ്. അതിൻ്റെ ശില്പി നേരത്തെ പറഞ്ഞ പോലെ KK അനീഷ് കുമാറാണ്. അനീഷ് കുമാറിൻ്റെ തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച B ഗോപാലകൃഷ്ണൻ നമുക്ക് മറക്കാൻ പറ്റില്ല. ഗോപാലകൃഷ്ണൻ BJPയുടെ ഏറ്റവും സൗമ്യമായ മുഖമാണ്. BJPയുടെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. ഉറപ്പായിട്ടും തൃശ്ശൂർ കൊടുങ്ങല്ലൂർ മുതൽ നിരവധി മണ്ഡലങ്ങൾ B ഗോപാലകൃഷ്ണന് സുരക്ഷിതമായി മത്സരിച്ച് ജയിച്ച് നിയമസഭയിലെത്താവുന്ന മണ്ഡലങ്ങളുണ്ട്. B ഗോപാലകൃഷ്ണനും ഞാൻ കണക്ക് കൂട്ടുന്നത് അടുത്ത നിയമസഭയിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സാധ്യതകൾ അങ്ങനെയുണ്ട്. തൃശ്ശൂർ ഗോപാലകൃഷ്ണൻ്റെ സാധ്യതകളും വളരെ കൂടുതലാണ്. പിന്നെയുള്ളത് ആറ്റിങ്ങൽ P സുധീർ, ചിറയൻകീഴ് ആശാനാഥ് തുടങ്ങിയ പേരുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. ഏതായാലും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചേക്കാവുന്ന ഒരു വലിയ മാറ്റം ഇത്തവണ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര BJP സ്ഥാനാർത്ഥികളായിട്ട് വരും എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തതും പ്രതീക്ഷിക്കുന്നതുമായ ചെറുപ്പക്കാർ, ഏറ്റവും കൂടുതൽ യുവരക്തമുള്ള ഒരു പാർട്ടിയായി BJP മാറുന്നുണ്ട്. കാരണം നമുക്കറിയാം BJPയുടെയും ഈ മഹിളാ മോർച്ചയുടെയൊക്കെ പരിപാടി കണ്ടല്ലേ, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുമാണ് യുവമോർച്ചയുടെയൊക്കെ പരിപാടിക്ക് വരുന്നത്. അപ്പോൾ യൂത്തിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറിയിരിക്കുന്നു. വനിതകളെ ആകർഷിക്കുന്ന പാർട്ടിയായി BJP മാറിയിരിക്കുന്നു എന്നതുകൊണ്ട് വലിയ തോതിൽ വനിതകളുടെയും യുവാക്കളുടെയും പ്രാതിനിധ്യം ഇത്തവണ BJPക്ക് ഉണ്ടാകും. BJP സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. അതുകൂടാതെ ഞാൻ ചില പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ പേരുകൾ എനിക്ക് പറയാൻ പരിമിതിയുണ്ട്. കാരണം എന്തറിയോ? കാരണം ഇത്തവണ ഞെട്ടിക്കുന്ന ചില സ്ഥാനാർത്ഥികൾ BJPക്കാരായി വരും. BJPയുടെ പിന്തുണയോടെ ആ പേര് കേൾക്കുമ്പോൾ കേരളം ഞെട്ടിപ്പോകുന്ന പേരുകൾ. ഇവരൊക്കെ BJPയോ കൊള്ളാലോ എന്ന് പറയുന്ന ചില മിറാക്കിൾ കാൻഡിഡേറ്റ്സും BJPക്കൊപ്പം തയ്യാറാവുന്നു എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ചില സൂചനകൾ ചിലയിടത്ത് നിന്ന് കേട്ടതുകൊണ്ട് ഞാനത് പറയുന്നത്
മാധ്യമ മര്യാദ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് നിങ്ങളുടെ പാർട്ടിക്കാർ ഒരുക്കുന്നത്. തീർച്ചയായും. അപ്പോൾ അതിനുള്ള കഴിവും ശേഷിയുമുള്ള ആളുകൾ വരുന്നുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഗുണമുള്ള, കഴിവുള്ള, കാര്യപ്രാപ്തിയുള്ള, നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളെ തിരഞ്ഞെടുക്കാൻ ആളുകൾ തീരുമാനിച്ചാൽ BJPക്കാരായ 2 അക്കത്തിലുള്ള നമ്പറിൽ 2 ഡിജിറ്റ് നമ്പറിൽ BJPയുടെ MLA മാർ അടുത്ത കേരള നിയമസഭയിൽ മെയ് മാസത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം.